നമ്മളൊരു ലക്ഷറി ഹോം ചെയ്യണമെങ്കിൽ, അപ്പോൾ നമ്മൾ കുറച്ച് ലക്ഷറിയസ് ആയിട്ട് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ബഡ്ജറ്റ് ഒരുപാട് ഓവർ ഷൂട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആക്ച്വലി LBM ഹോം ഹസ് പ്രൂവൻ ദാറ്റ് നമുക്ക് ഓൺ ടൈം ഓൺ ബഡ്ജറ്റ് നമുക്കൊരു ലക്ഷറി ഹോം ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഹൗസ് ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. അപ്പം ഞാൻ ആക്ച്വലി ഒരു 10 കൊല്ലം ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇയർ ആണ് ഇങ്ങോട്ട് മൂവ് ഇൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാൻ IT-യിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത്രയും നാൾ ഞാൻ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് നമ്മൾ ബിസിനസ് കോച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നേച്ചർ ഓഫ് ബിസിനസ് വെച്ചിട്ട് എനിക്ക് കൂടുതൽ ടൈം ഞാൻ ആക്ച്വലി റിമോട്ട്ലി വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ സെഷൻസ് എടുക്കും. അപ്പം എനിക്ക് ആക്ച്വലി ഹോം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. അതുപോലെ തന്നെ ഹോമിലൊരു ഓഫീസ് ഉണ്ടാവുക, അതുപോലെ നമുക്ക് ഒരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. അപ്പം ആക്ച്വലി LBM ആയിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കാരണം തന്നെ ഞാൻ ഫ്രം ദ ഡേ വൺ ഇറ്റ് സെൽഫ് ഞാൻ ഇവർക്ക് ഒരുപാട് ചാലഞ്ചസ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഭയങ്കര എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് അങ്ങനെയായിരുന്നു വേണ്ടത്. പിന്നെ എനിക്ക് കുറച്ച് അൺയൂഷ്വൽ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ക്രോസ് വെന്റിലേഷൻ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡബിൾ ഹൈറ്റ് വാൾസ്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും ടൈമിനുള്ളിൽ ഇത് തീരണം, ബിക്കോസ് എനിക്കിത് എത്രയും പെട്ടെന്ന് താമസിച്ച് തുടങ്ങണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഒരു ഭയങ്കര വലിയ ഫാക്ടറാണ്. ബിക്കോസ് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ എനിക്ക് ബെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അതിനകത്ത് വേറൊരു ചലഞ്ച് എന്ന് പറയുന്നത്, എൻ്റെ പേരൻസും കൂടെ എൻ്റെ കൂടെ താമസിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി അമ്മ ഭയങ്കരമായിട്ട് വാസ്തു നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് ഡിമാൻഡ്സ് ഈ വാസ്തു വെച്ച് നോക്കുമ്പോഴത്തേക്കും കംപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവർക്ക് പല സജഷൻസും വന്നിട്ട് അവർ വളരെ പേഷ്യൻ്റായിട്ട് അത് കേട്ടിട്ടാണ് ഒരു ത്രൂ ഔട്ട് ആ ഒരു ജേർണിയിൽ നമ്മുടെ കൂടെ നിന്നതും അത് ചെയ്തു തന്നതും. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇരിക്കുന്ന ഏരിയ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ഒരു ലിവിങ് റൂമാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും എനിക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലിവിങ്ങും, പിന്നെ അതുപോലെ ഒരു പാഷ്യോ ഏരിയ ഉണ്ട്, പിന്നെ അതുപോലെ ഡൈനിങ് ഏരിയ ഉണ്ട്. ഇത് എല്ലാം കണക്റ്റഡ് ആയിട്ട്, അതായത് ഓപ്പൺ ആയിട്ടിരിക്കണം എന്നുള്ളത് അതെനിക്കൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു സ്പേസിന് പാർട്ടീഷൻ വേണം എന്നുള്ളതും ഞാൻ പെർട്ടിക്കുലറായിട്ട് ചോദിച്ചിരുന്നതാണ്. അപ്പം നമ്മൾ ആക്ച്വലി ഇതിനൊരു ഹാഫ് പാർട്ടീഷൻസ് പോലെ ചെയ്തിട്ടാണ് ഈ 3 സ്പേസും ഡിവൈഡ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം മോർണിംഗ്സിൽ നല്ല വെന്റിലേഷൻ കിട്ടുന്നൊരു ഏരിയ ആണിത്. പിന്നെ അതുപോലെ വേറൊരു ഏരിയ പാഷ്യോയിൽ നമുക്ക് പുറത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ പോലെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യമുണ്ട്. അവിടെ തന്നെ നമുക്കൊരു സ്കൈലൈറ്റ് കിട്ടുന്ന ഒരു ഇതുണ്ട്. അതായത് നമ്മൾ നല്ലൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, സ്കൈലൈറ്റ് കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ അത് ആക്ച്വലി നല്ല രസമാണ് കാണാൻ. അപ്പം അങ്ങനെ ഒരു ഇത് നമ്മൾ പാഷ്യോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ച്വലി ഏറ്റവും എനിക്ക് ഇതിനകത്തിട്ട് ഫേവറേറ്റ് എന്ന് പറയുന്നത് വാക്ക് ഇൻ വാർഡ്രോബ്. അത് മാസ്റ്റർ ബെഡ്റൂമിലുള്ളൊരു വാക്ക് ഇൻ വാർഡ്രോബാണ്. അത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് അത് കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റെൻറ്റ് താമസിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടാത്തൊരു സംഭവമാണ് ഈ വാക്ക് ഇൻ വാർഡ്രോബ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയ കൺസിഡർ ചെയ്തിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് അവർ നന്നായിട്ട് അത് അക്കോമഡേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ എനിക്ക് വേറെ നമുക്ക് കിഡ്സ് ബെഡ്റൂം ഇതുപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന റൂമാണ്. അതിൻ്റെ ഒരു ബാത്റൂം ആണെങ്കിൽ പോലും ഭയങ്കര ഫ്ലാഷി കളേഴ്സൊക്കെ യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ കളർ കോമ്പിനേഷനൊക്കെ നമ്മൾ ഡിസൈനറായിട്ട് ഇരുന്ന് ഫിക്സ് ചെയ്തതാണ്. പിന്നെ അതുപോലെ അവിടെ ഒരു ചോക്ക് ബോർഡ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ബോർഡ് ചെയ്തിട്ടുണ്ട്. അത് കുട്ടികൾ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പേസാണ്. അതായത് അവർക്ക് വരയ്ക്കാനും, വരച്ചത് മായ്ച്ച് കളഞ്ഞിട്ട് പിന്നെയും വരയ്ക്കാനും ഒക്കെ ഉള്ളൊരിത്. അപ്പോൾ അതൊക്കെ വളരെ തോട്ട്ഫുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വാർഡ്രോബ് ആണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും ടോയ്സ് വെക്കാനും ബുക്സ് വെക്കാനൊക്കെ ആമ്പിൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് കിഡ്സ് റൂം ചെയ്തിരിക്കുന്നത്.
പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി കൂടുതലും എൻ്റെ ഒരു കോച്ചിങ്ങും കൺസൾട്ടിങ്ങും ഒക്കെ ചെയ്യുന്നത് ഒരു ഓഫീസ് സ്പേസിലാണ്. അപ്പോൾ അത് വീടിനോട് അടുത്തൊരു ഓഫീസ് സ്പേസ് വേണം എന്നുള്ളത് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ക്ലയൻറ്റ്സ് വരുമ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് എൻട്രൻസിലൂടെ വരാൻ പറ്റണം, നമ്മുടെ വീടിൻ്റെ പ്രൈവസി ഇൻ്റർഫിയർ ചെയ്യാതെ അത് വരാൻ പറ്റണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീട്ടിൽ നമ്മൾ ഓഫീസ് സെപ്പറേറ്റ് എൻട്രൻസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഓഫീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് വരാനും വന്നിരിക്കാനും കൺസൾട്ടേഷൻസ് ഒക്കെ ചെയ്യാനും വളരെ സൗകര്യമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ പോലെ ആദ്യം മുതൽ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടും എനിക്കിതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ LVMൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ സ്റ്റേജിലും ഒരു കൺഫർമേഷൻ എടുത്തിട്ടാണ് ബാക്കിയുള്ള നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടങ്ങളുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ പല ഡിമാൻഡ്സ് ഇടയ്ക്ക് വെക്കുമ്പോഴും അത് വളരെയധികം ഫ്ലെക്സിബിളായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജേർണി വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ യൂഷ്വലി നമ്മളൊരു ലക്ഷറി ഹോം ചെയ്യണമെങ്കിൽ, അപ്പം നമ്മൾ കുറച്ച് ലക്ഷറിയസ് ആയിട്ട് ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ബഡ്ജറ്റ് ഒരുപാട് ഓവർ ഷൂട്ട് ചെയ്ത് പോകും, അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആക്ച്വലി LVM ഹോം ഹസ് പ്രൂവൻ ദാറ്റ് നമുക്ക് ഓൺ ടൈം ഓൺ ബഡ്ജറ്റ് നമുക്കൊരു ലക്ഷറി ഹോം ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവർ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഹൗസ് ഇസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്.